ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു സാമ്പാർ പൊടിയായിട്ടാണ് വന്നിട്ടുള്ളത്. സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തുവെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാമ്പാർ പൊടിയാണ്. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് പാൻ ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 കഷ്ണം കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് നന്നായി വറുത്തെടുക്കാം. നന്നായി തന്നെ വറുത്ത് കിട്ടണം, ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ നന്നായി വറുത്ത് കിട്ടി ഒന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ആ എണ്ണ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അച്ചാറോ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 12 മുളക് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് വറുത്ത് കോരിയെടുത്ത് അതും മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം കായം വറുത്ത് വെച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പാനിൽ തന്നെ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പരിപ്പ്, സാമ്പാർ പരിപ്പാണ്, അതും 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകാണ്, അതും ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്. പിന്നെ ഉലുവ 1.5 ടീസ്പൂണ്, 2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം അതും ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം മല്ലിയാണ്, അത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതും ആ പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇട്ടിട്ടൊന്ന് നന്നായി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറേശ്ശെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. നല്ല രുചിയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പരിപ്പിട്ട് വേവിച്ചതാണ്. അതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആ സാമ്പാർ പൊടിയും കുറച്ച് പാകത്തിന് പുളിയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് താളിക്കാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിയ ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ മൂത്ത ശേഷം 3 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് ആ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി മൂത്ത ശേഷം ആ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം കുക്കറിൽ നിന്ന് കറി കുറച്ച് പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ആ കുക്കറിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.